ഇന്നലെ അപ്പോൾ രാത്രിയിലൊരു 12 മണി പോലെ വരുന്ന വഴിക്ക് ഒരു സ്ക്രൂ എന്തോ ആണ് കയറിയെന്ന് തോന്നുന്നു. അപ്പോൾ റണ്ണിങ്ങിൽ നല്ല സൗണ്ട് കണ്ടപ്പോൾ ചുമ്മാ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു സ്ക്രൂ കയറിയിട്ടുണ്ട്. നമുക്കത് അന്നേരം പഞ്ചറൊട്ടിക്കാൻ കടകളൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ പഞ്ചറൊട്ടിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ക്രൂവിനെ ഊരിയെടുക്കാം. കാറ്റ് വന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാണ് ഊരിപ്പോയ സാധനം. ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് വൃത്തിയാക്കണം. ഇത് ആണ് പഞ്ചറൊട്ടിക്കുന്ന സാധനം. ഓക്കെ, നമ്മൾ നേരെ ഇവനെ ഒന്ന്, അതൊന്നും ഇല്ലേ, എയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, നേരെ ഇവനെ ഇച്ചിരി ഇതിനകത്ത് വെച്ചിട്ട് എയർ മൊത്തം പോയാ. അപ്പം നേരെ ഇറക്കുന്നു, ഇവനെ അങ്ങോട്ട് കയറ്റുന്നു. ഓക്കെ, അത് ആക്ച്വലി ഒരുതരം ഇതാണ്, എന്തായാലും പറയുന്നത്, ഗമ്മ. എയർ പോകുന്നില്ല. ആ സാധനം, ഈ സാധനം കയറി അകത്തിരുന്നുള്ളൂ. അതായത് നമ്മൾ വലിക്കുമ്പോൾ ഇവന് അകത്തുനിന്ന് ഇത് കണ്ടോ, ഈ സാധനം സെപ്പറേറ്റ് ആവും, എന്നിട്ട് അതിനകത്ത് നൂരി വരും. അങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ പഞ്ചർ കിറ്റിനോട് ഇടുന്ന ഈ എക്സസ് ഉള്ളത് ശരിക്കും ചിലർ കളയത്തില്ല, ചിലർ കളയും. ഇത് റണ്ണിങ്ങിൽ തന്നെ ഈ സാധനം ബാക്കി ഇതായിക്കോളും, ഇങ്ങനെ പരന്ന് പൊക്കോളും. ഇനിയൊന്നുമില്ല, പരിപാടി അതേ ഉള്ളൂ. ഇതാണ് ട്യൂബ്ലെസ് ടയറിന് ഇത്രയും പഞ്ചർ ഒട്ടിക്കത്തുള്ളൂ. ഇത് ആക്ച്വലി റീബൗണ്ട് ടയർ, അതായത് നമ്മൾ ത്രെഡ് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ച് ഒട്ടിക്കുന്നതാണ്, ഒറിജിനൽ ടയർ അല്ല ഇത്. സോ എല്ലാ വണ്ടി ഡ്രൈവേഴ്സും, അതിനും പ്രൈവറ്റ് വണ്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ടാക്സി വണ്ടി ആയിക്കോട്ടെ, എല്ലാവരും ഈ ഒരു കിറ്റ് ഒരെണ്ണം കയ്യിൽ വെക്കുന്നുണ്ട് നല്ലതാണ്. കാരണം നമുക്ക് ഏത് റിമോട്ട് ഏരിയയിലാണെങ്കിലും ശരി, ഇതുപോലെ എന്തെങ്കിലും വായിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലെ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പഞ്ചർ ഒട്ടിക്കാൻ പറ്റും. സോ അതിന് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയർ എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഇത് ഞാൻ ആദ്യം ട്രൈ ചെയ്ത് വെച്ച് കുത്തിയെടുക്കാനാണ്, പക്ഷേ നടന്നില്ല. അപ്പോൾ ഇത് പ്ലെയർ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വലിച്ചു കൂടിയെടുക്കാൻ പറ്റും. കിറ്റ്, പഞ്ചർ കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഇതും അതുപോലെ തന്നെ ഇത് റബ്ബറിൻ്റെ സൈഡിൽ നിന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ടയറിൻ്റെ പശ, പിന്നെ ഇത് പഞ്ചർ ഒട്ടിക്കും. ഇത് കമ്പൽസറി ആയിട്ട് എല്ലാവർക്കും ഒന്നും കയ്യിലുള്ളത് നല്ലതാണ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നൊരു നല്ലൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഗൈസ്.